ഹായ്, ഗുഡ് മോർണിംഗ് ആൾ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ആൻസൈറ്റി ഡിസോർഡറിനെ കുറിച്ചാണ്. നമ്മുടെ ഇന്നത്തെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ക്ലിനിക്സിൽ വരുന്ന പല പേഷ്യൻറ്റുകളും പ്രസൻറ്റ് ചെയ്യുന്നവരാണ് ആൻസൈറ്റി എന്നുള്ളത്. പ്രത്യേകിച്ച് കുട്ടികൾ, പിന്നെ പ്രായമായിട്ടുള്ളവർ, അങ്ങനെ ഏജ് ഗ്രൂപ്പ് ഇല്ലാതെ എല്ലാവരും ആൻസൈറ്റി ഡിസോർഡർ കാണിക്കുന്നുണ്ട്. ആൻസൈറ്റി ഡിസോർഡേഴ്സ് പല ഫോംസ് ഉണ്ട്. ഇപ്പോൾ അത് വളരെയധികം കൂടി വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുമുണ്ട്. ഇന്ന് ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ കാരണം എന്ന് വയ്ക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ വന്ന ഒരു കുട്ടിയാണ്, 18 വയസ്സുള്ള കുട്ടിയാണ്. അവന് ഏകദേശം 2 ആഴ്ചത്തോളമായിട്ട് ഒരു കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം ഉറക്കം ശരിയാവുന്നില്ല, ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ല, കളിക്കാൻ പറ്റുന്നില്ല, ഒരു കാര്യവും പറ്റുന്നില്ല. അപ്പോൾ അവൻ്റെ അമ്മയും കൂടെ വന്നിട്ടുണ്ട്. ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നൊരു കുട്ടിയാണ്. റിപ്പീറ്റ് ബാച്ചിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അവന് ടെൻഷൻ വന്നിരിക്കുകയാണ്. ഇപ്രാവശ്യം നീറ്റ് പരീക്ഷ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരു കൊല്ലം വെറുതെ പോകുമല്ലോ, പിന്നെ അവൻ പഠിക്കുന്ന കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ളൊരു പ്രഷർ, അതുപോലെ തന്നെ വീട്ടുകാരുടെ ഒരു പ്രഷർ, അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് ആൾ വളരെയധികം ഒരു സ്ട്രെസ്സിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ആ സ്ട്രെസ്സ് കുറേ നേരം സബ് കോൺഷ്യസ്ലി ആൾ കീപ്പ് ചെയ്ത് ആൾക്കൊരു ആൻസൈറ്റി പോലെ വന്നിരിക്കുകയാണ്, ഒരു ആൻസൈറ്റി ഡിസോർഡർ പോലെ. കാരണം അതിൻ്റെ സിംറ്റംസൊക്കെ ആൾ കാണിച്ചു തുടങ്ങി. നമ്മളിപ്പോൾ വരുന്ന സ്ലൈഡുകൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കാണും. ഇപ്പോൾ ആൻസൈറ്റി ഡിസോർഡർ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്, ടീച്ചേഴ്സ്, മാതാപിതാക്കളൊക്കെ. കാരണം നമ്മുടെ കൂടെ വസിക്കുന്നവർ, നമ്മുടെ കുട്ടികൾ, സ്റ്റുഡൻസ്, അവർക്കൊക്കെ ഇത് കാണിച്ചു തുടങ്ങുവാണെങ്കിൽ ഡീറ്റെയിൽഡായിട്ടൊരു കൗൺസിലിംഗ് സെഷനും ആവശ്യമാണ്. എന്തുകൊണ്ട് അവർക്കങ്ങനെ ആൻസൈറ്റി വന്നു? നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് അണ്ടർ പെർഫോംഡായിപ്പോയി, അല്ലെങ്കിൽ ബേസിക്കായിട്ടുള്ള പല കാര്യങ്ങളും ശ്രദ്ധ ചെലുത്തുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ആൻസൈറ്റിയെക്കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമുക്കിനി ആൻസൈറ്റിയുടെ ടോപ്പിക്കിലേക്ക് പോവാം. മെയിൻലി ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസും അതുപോലെ ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സ് 5, ഈ 2 പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ടും സൈക്കാട്രിക് ഡിസീസിനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ആൻസൈറ്റി ഡിസോർഡർ തന്നെ 6 ഫോംസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നൊരു ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ, പിന്നെ പാനിക് ഡിസോർഡർ, പിന്നെ ഫോബിയാസ്, പിന്നെ സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ, സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡർ, സെലക്റ്റീവ് മ്യൂട്ടിസം. അപ്പം നമ്മൾ കണ്ടുവരുന്ന ആൻസൈറ്റികളൊക്കെ ഇതിലേതെങ്കിലും ഒരു ഫോമിൽ പെടുന്നതാണ്. ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ICD-11 DSM-5 ഇത് വന്നിരിക്കുന്നത്. ICD-11 DSM-5 മെയിൻലി സൈക്കാട്രിക് ഡിസോർഡേഴ്സിന് ക്ലാസിഫൈ ചെയ്യുന്നതാണ്. നമുക്കിനി ഓരോന്നിലേക്കും നോക്കാം. ഒന്ന് ഫിയർ ആൻഡ് ആൻസൈറ്റി എന്നുള്ളതിൻ്റെ ഡിഫറൻസ് നമ്മൾ അറിഞ്ഞിരിക്കുക. എന്താണ് ഫിയർ ആൻഡ് ആൻസൈറ്റി? ഫിയർ എന്ന് വയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു റിയലായിട്ടൊരു എക്സ്റ്റേണൽ ത്രെട്ട് പ്രസൻ്റാണ് ഫിയർ എന്നുള്ളത്. ഇപ്പം നമ്മളൊരു സ്കൂളിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ വർക്കിംഗ് പ്ലേസിൽ, നമ്മുടെ വീടുകളിലൊക്കെ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള, വളരെ കണിശക്കാരനായിട്ടുള്ള ഒരു ബോസാണ്, ഒരു പേരൻ്റാണ്, ഒരു ടീച്ചറാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് പൊതുവെ, അല്ലെങ്കിൽ വർക്കിംഗ് സ്റ്റാഫുകൾക്ക് പൊതുവെ അങ്ങോട്ട് പോകാൻ ഒരു മടി തോന്നും. കാരണം അവിടെ ഒരു റിയൽ ത്രെട്ടുണ്ട്. വീട്ടിൽ പോവുകയാണെങ്കിൽ ചെറിയ കുട്ടികൾക്ക് പോലും മർദ്ദിക്കുന്ന അപ്പനുണ്ട്, അല്ലെങ്കിൽ ചെറിയ മിസ്റ്റേക്കിന് പോലും വഴക്ക് പറയുകയും അടിക്കുകയും ചെയ്യുന്ന സാറുണ്ട്, അല്ലെങ്കിൽ വളരെയധികം ഹരാസ് ചെയ്യുന്ന ബോസുണ്ട്. അങ്ങനെയൊക്കെ തോന്നുമ്പോൾ നമുക്കൊരു ഫിയർ വരും. കാരണം നമുക്ക് പോകാനൊരു മടി വരും. അതാണ് മെയിൻലി ഫിയർ എന്ന് പറയുന്നത്. അതൊരു എക്സ്റ്റേണൽ ത്രെട്ട് പ്രസൻ്റാണ് ഫിയറിൻ്റെ കാര്യത്തിൽ. ആൻസൈറ്റി എന്ന് വയ്ക്കുകയാണെങ്കിൽ ഒരു അൺനോൺ ത്രെട്ടാണ്, ഒരു ഇൻറ്റേർണൽ പെർസീവ്ഡ് ഫോമാണ്. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇതുപോലെ നമുക്കൊരു പരീക്ഷ വരാൻ പോവുകയാണ്. പരീക്ഷയിൽ നമ്മൾ പഠിച്ചാൽ പാസ്സാകുമെന്ന് നമുക്കറിയാം. പക്ഷെ എന്നാലും നമുക്കൊരു ഇൻറ്റേർണലി ഒരു ഇതാണ്. കാരണം കുറേ പേർക്ക് കിട്ടുന്നില്ല, പരീക്ഷ പാസ്സാവാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എനിക്കും കിട്ടാതിരിക്കുമോ, അങ്ങനെ ഒരു ആൻസൈറ്റി ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. അതാണ് ഫിയർ ആൻഡ് ആൻസൈറ്റി തമ്മിലുള്ള മെയിനായിട്ടുള്ള വ്യത്യാസം. ഫിയർ എന്ന് വയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു എക്സ്റ്റേണൽ ത്രെട്ട് കറക്റ്റായിട്ടുണ്ട്. പക്ഷേ ആൻസൈറ്റി എന്ന് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇൻറ്റേർണലി പെർസീവ് ചെയ്ത് അനുമാനിച്ചു കൊണ്ട് നമ്മൾ ആൻസൈറ്റി ആവുന്നു എന്നുള്ളതാണ് ആൻസൈറ്റിയുടെ വ്യത്യാസം. ഈ ഒരു കേർവ് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്.
ഡോട്ട്സൺ കർവ് എന്നുള്ളതാണ്. കാരണം നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ, ഒരു ത്രഷോൾഡിൽ കൂടുതൽ കുട്ടികളെയും ബാക്കിയുള്ളവർക്കൊക്കെ വർക്ക് പ്രഷർ ചുമത്തുകയാണെങ്കിൽ അവരുടെ പെർഫോമൻസ് കുറഞ്ഞു വരുന്നതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ കർവ് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം, ലെഫ്റ്റ് സൈഡിൽ പെർഫോമൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ നമ്മൾ അതിൻ്റെ ആ ഇൻക്രീസിങ് അറ്റൻഷൻ ആൻഡ് ഇൻട്രസ്റ്റ്, അതാണ് ആ ചാർട്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചൊരു എറോസൽ ത്രഷോൾഡ് കൊടുക്കുമ്പോൾ ആൾക്ക് പഠിക്കാനുള്ള താല്പര്യം കൂടി വരും. ഇപ്പം നമുക്കൊരു ഉദാഹരണം എടുക്കാം. എൻട്രൻസ് പരീക്ഷ വരുന്നു. അപ്പോൾ പിള്ളേർക്ക് അധികം സ്ട്രെസ്സ് കൊടുക്കുന്നില്ല, അവർക്കൊരു കറക്റ്റായിട്ടുള്ളൊരു ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അത്യാവശ്യം നല്ല റെസ്റ്റിന് വേണ്ട സമയം കൊടുക്കുന്നു. അധികം സ്ട്രെസ്സ് അവർക്ക് കൊടുക്കുന്നില്ല. അതായത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരു കൊല്ലം നിങ്ങൾ വേസ്റ്റ് ആക്കിയല്ലോ, ഇത്ര സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയല്ലോ, അങ്ങനെ അനാവശ്യ സ്ട്രെസ്സൊന്നും കൊടുക്കാത്തപ്പോൾ ആളുടെ പെർഫോമൻസ് നന്നായിട്ട് കൂടി വരികയാണ്. പക്ഷേ പരീക്ഷകൾ അടുക്കും തോറും പേരൻസ് അവർക്ക് കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കുകയാണ്. കൂടുതൽ സമയം ഇരുന്ന് പഠിക്കും, നിങ്ങളൊരു 14-15 മണിക്കൂർ പഠിക്കണം എന്ന് പറഞ്ഞ് അവർക്ക് കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കുകയാണ്. കളിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ പുസ്തകത്തിൽ തന്നെ ഇരിക്കണമെന്ന് പറയുമ്പോൾ അതിന് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, ഇനി ഒരു കൊല്ലം പഠിക്കേണ്ടി വരുമല്ലോ, ഇതാണ് നിങ്ങളുടെ ലൈഫ്, ഇതല്ലാതെ മറ്റൊന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അനാവശ്യ സ്ട്രെസ്സുകൾ കൊടുക്കുമ്പോൾ അവരുടെ പെർഫോമൻസ് ഇമ്പേർഡ് ആവുകയാണ്. അതായത് ഇമ്പേർഡ് പെർഫോമൻസ് ബിക്കോസ് ഓഫ് സ്ട്രോങ് ആൻസൈറ്റി. ദാറ്റ് ഈസ് എക്സ് ഡോട്ട്സൺ കർവ്. ഈ കർവ് എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ വർക്ക് പ്ലേസിൽ, നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ സ്റ്റുഡൻസിന്, ഇവൻ നമ്മുടെ വീട്ടിൽ തന്നെ ആയാലും ഒരു പരിധിയിൽ കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കുകയാണെങ്കിൽ അവരുടെ പെർഫോമൻസിനെ അത് ബാധിക്കും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അക്യൂട്ട് ആൻസൈറ്റി ഓർ പെർഫോമൻസ് ആൻസൈറ്റി. ആൻസൈറ്റിയുടെ മെയിനായിട്ടുള്ള സിംറ്റംസ് എന്തൊക്കെയാണ്? അക്യൂട്ടായിട്ടുള്ള ആൻസൈറ്റി വരികയാണ് നമുക്ക് കാണാൻ പറ്റും. പല കുട്ടികളും രാത്രി എണീറ്റിരുന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ സ്ട്രെസ്സും ആൻസൈറ്റിയും വന്നു കഴിയുമ്പോഴാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് സിംറ്റംസാണ് അനാവശ്യമായിട്ട് സ്വെറ്റ് ചെയ്യുക. അതായത് അവർ നല്ല കാറ്റുള്ളിടത്തൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്, പക്ഷേ സ്വെറ്റിങ് ഉണ്ടാവുക, ഛർദ്ദിക്കാൻ തോന്നുക, കൈവിറയലുണ്ടാവുക, അനാവശ്യ ദേഷ്യം വരിക, ഹൃദയമിടിപ്പ് ക്രമാതീതമായി കൂടുക, സിവിയർ ഫീലിംഗ് ഓഫ് പാനിക് ഉണ്ടാവുക, ശ്വാസം കിട്ടാതെ വരിക. ഇതൊക്കെയാണ് അക്യൂട്ട് ആൻസൈറ്റി ഓർ പെർഫോമൻസ് ആൻസൈറ്റിയുടെ മെയിൻ കാര്യങ്ങൾ. ഇപ്പം ഒരു സ്പീച്ച് പറയാൻ വേണ്ടി ഒരു കുട്ടീനെ സഡനായിട്ട് സ്റ്റേജിലേക്ക് വിളിച്ചു. അപ്പോൾ ആ കുട്ടി പ്രിപ്പയർഡല്ല, എല്ലാവരുടെയും മുമ്പിൽ നിൽക്കുകയാണ്. അപ്പം ആ കുട്ടിക്ക് ആൻസൈറ്റി സിംറ്റംസൊക്കെ ഉണ്ടാക്കും. നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന ഒരു കാര്യമാണിത്. ജനറലൈസ്ഡ് ആൻസൈറ്റി അറ്റാക്ക്, നമ്മൾ നേരത്തെ കണ്ട പോലെ ജനറലൈസ്ഡ് ആയിട്ടുള്ള ആൻസൈറ്റി അറ്റാക്സിൻ്റെ മെയിൻ സിംറ്റംസാണ് എക്സസീവ് വെറി ഉണ്ടായിരിക്കുക, വളരെയധികം വിഷമിച്ചിരിക്കുക, എന്താകും എന്നുള്ള ചിന്തയിലിരിക്കുക, റെസ്റ്റ്ലെസ്നെസ് ഇരിക്കുക, കാരണം ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, സ്ലീപ്പ് പ്രോബ്ലംസ് ഉണ്ട്, ഉറക്കം ശരിയാവുന്നില്ല, മസിൽ ടെൻഷന്, അൺഎക്സ്പ്ലെയിൻഡ് പെയിന്, ഇറിറ്റബിലിറ്റി എന്ന് വയ്ക്കുകയാണെങ്കിൽ ആൾക്ക് വേണ്ട രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഫ്രീക്വൻറ്റ് ഫറ്റീഗ് ക്ഷീണം ഉണ്ടാകുക. അതൊക്കെയാണ് ജനറലൈസ്ഡ് ആൻസൈറ്റി അറ്റാക്കിൻ്റെ മെയിനായിട്ടുള്ള സിംറ്റംസ്. ഇതിന് ട്രീറ്റ്മെൻറ്റ് മെയിനായിട്ട് 2 രീതിയിലാണ്. ഒന്ന് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, നമ്മളത് ഡീറ്റെയിൽഡായിട്ട് നോക്കും. രണ്ടാമത് മെഡിക്കേഷൻസ്, മരുന്നുകൾ ലാസ്റ്റ് ഒരു സ്റ്റേജിൽ മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ. അതായത് എക്സസീവ് വിറയലുണ്ടാകുക, ഹാർട്ട് റേറ്റ് കൂടുക, ഉറക്കം ശരിയാകാതിരിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ മെഡിക്കേഷനിലേക്ക് പോകും. അല്ലെങ്കിൽ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നതാണ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്നുള്ളത്. എന്താണ് ഈ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ വരുന്നൊരു ക്ലാസ്സിൽ കാണുന്നുണ്ട്. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ബ്രേക്ക് ദ ആൻസൈറ്റി സൈക്കിൾ എന്നാണ് നമുക്ക് മനസ്സിലാകേണ്ടത്. ഇപ്പം നമുക്കറിയാം, എല്ലാ കാര്യങ്ങളും നമുക്ക് ആദ്യം ഒരു ചിന്തയിലാണ് വരുന്നത്. ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാം, ഇപ്പം നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നൊരു കുട്ടിയാണ്. ആ കുട്ടി പരീക്ഷ അടുക്കും തോറും ആ കുട്ടിയുടെ മനസ്സിലേക്ക് ചിന്ത വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമോ, എനിക്ക് എൻട്രൻസ് എഴുതി കിട്ടുമോ, എനിക്ക് മെഡിസിൻ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ള ചിന്ത മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചിന്ത വന്ന് ഫീലിങ്സായി മാറും. അതായത് ആ കുട്ടിക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല, ആഹാരം പ്രോപ്പറായി കഴിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. ആ ഫീലിങ്സ് ബിഹേവിയറിലേക്ക് മാറും. ബിഹേവിയർ എന്ന് വയ്ക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ പ്രോപ്പറായിട്ട് എണീറ്റ് സ്വന്തം കാര്യങ്ങൾ ചെയ്ത് ഭക്ഷണം കഴിച്ച് എല്ലാവരോടും സന്തോഷത്തോടെ ഇടപെട്ടിരുന്ന കുട്ടി, പക്ഷേ അതെല്ലാം പെട്ടെന്ന് പതുക്കെ ഒരു സ്റ്റോപ്പായി പോകുന്നൊരവസ്ഥ.
ഈ ബിഹേവിയർ വരുമ്പോൾ അത് തോട്ടിനെ ഇൻറ്റൻസിഫൈ ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ബിഹേവിയറും തോട്ടും കൂടെ പിന്നെയും ആളുടെ സിറ്റുവേഷൻ വേഴ്സ് ആക്കും. സോ ഈ സൈക്കിളിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നതാണ് CBT ഉപയോഗിച്ച് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. അതായത് നമ്മൾ തോട്ട്സിനെ അനാവശ്യ ചിന്തകളെ അകറ്റിക്കൊണ്ട്, ഇപ്പോൾ നീറ്റ് പരീക്ഷ വരികയാണ്, അപ്പോൾ ആ കുട്ടീനെ എങ്ങനെ നമുക്ക് സ്ട്രെസ്സ് മാറ്റാക്കാം. അപ്പോൾ ആ കുട്ടിക്ക് താല്പര്യം മെഡിസിനാണ്, അതിനുശേഷം BDS ഉണ്ട്, അഗ്രികൾച്ചറുണ്ട്, ബാക്കി പല കോഴ്സുകളും ഉണ്ട്. അപ്പോൾ ആ കുട്ടിയോട് മറ്റുള്ള കോഴ്സുകളുടെയും മനോഹാരിതയെക്കുറിച്ച് വർണ്ണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നീറ്റ് പരീക്ഷ കിട്ടിയില്ലെങ്കിൽ അതിലും നല്ല കോഴ്സുകൾ, അല്ലെങ്കിൽ അതിലും നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റിയ കോഴ്സുകളുണ്ട് എന്നുള്ളതും ബാക്കി കാര്യങ്ങളെക്കുറിച്ചും ആൾക്ക് വൈഡ് കാരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ആളുടെ തോട്ട്സിനെ അങ്ങനെ പോസിറ്റീവ് തോട്ടാക്കി മാറ്റുകയാണ്. അതായത് നീറ്റ് പരീക്ഷ എഴുതി കിട്ടുക വെൽ ആൻഡ് ഗുഡ്, ഞാൻ നല്ല ഇതിലേക്ക് ഇപ്പം ഇല്ലെങ്കിലും എനിക്ക് അടുത്ത് വരുന്ന ഇപ്പം അഗ്രികൾച്ചർ കോഴ്സസ്, അതുപോലെ തന്നെ ബാക്കിയുള്ള കോഴ്സുകളുടെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ആൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ആളുടെ തോട്ട്സ് പോസിറ്റീവ് തോട്ടാക്കുകയാണ്. അപ്പോൾ ആളുടെ ബിഹേവിയർ പോസിറ്റീവ് ബിഹേവിയർ ആകുകയാണ്. അങ്ങനെ ആളുടെ ആൻസൈറ്റി സൈക്കിളിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ആളെ നമ്മൾ ആ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലും നല്ല രീതിയിൽ കീപ്പ് ചെയ്യാൻ പറ്റും. മെഡിക്കേഷൻ എപ്പോഴും നമ്മൾ ലാസ്റ്റ് മാത്രമേ എടുക്കത്തുള്ളൂ. പാനിക് അറ്റാക്ക് ആൻഡ് പാനിക് ഡിസോർഡർ എന്ന് പറഞ്ഞ ഒരു ഘടകം, അത് ആൻസൈറ്റിയുടെ ഒരു ഭാഗമാണ്. അതായത് പെട്ടെന്ന് ആൾക്കാർക്ക് ഭയങ്കര അതായത് നമ്മൾ പല പേഷ്യൻസിനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട് അവർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നോ എന്ന് നമ്മൾ ചിന്തിക്കും. കാരണം അത്രമാത്രം അവസ്ഥയാണ് അവരുണ്ടാക്കുന്നത്. ഈ ഇടയ്ക്ക് ക്ലിനിക്കിൽ വന്നൊരു പേഷ്യൻ്റ് ഇങ്ങനെ കാണാൻ ഇടയായി. അത് പക്ഷേ ഒരു 29-year-old ലേഡി കം ടു വിത്ത് ഭയങ്കര നെഞ്ചുവേദന വരുന്നു, ഛർദ്ദിക്കാൻ വരുന്നു, തല കറങ്ങുന്നു, കരയുന്നു, അങ്ങനെ ഭയങ്കര സിംറ്റംസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വന്നപ്പോൾ തന്നെ ഏജ് വെച്ചിട്ടും ആളുടെ ഫിസിക്കൽ കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലായി ഇതൊരു പാനിക് ഡിസോർഡറാണ്, ഒരു ലവ് ഫെയിലിയറിൻ്റെ അവസ്ഥയാണെന്ന് മനസ്സിലായി. ഇപ്പോൾ വളരെ ചെസ്റ്റ് പെയിൻ ഉണ്ടാകും, ഡിഫിക്കൽട്ടി ബ്രീത്തിങ് ഉണ്ടാകും, കൈകൾ വിറയ്ക്കുന്നുണ്ടാകും, ഹാർട്ട് റേറ്റ് കൂടുതലുണ്ടായിരിക്കും, സ്വെറ്റിംഗ് ഉണ്ടാകും. പാനിക് അറ്റാക്ക് പലപ്പോഴും അവർക്ക് സഡനായിട്ടുള്ള എന്തെങ്കിലും ലോസ് ഉണ്ടാകുമ്പോഴാണ് വരുന്നത്. ഇപ്പോൾ സഡനായിട്ട് വേണ്ടപ്പെട്ടവരൊരു മരണമുണ്ടായി, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടും എന്ന് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് പെട്ടെന്ന് നഷ്ടപ്പെടുകയുണ്ടായി. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് പാനിക് അറ്റാക്ക് അല്ലെങ്കിൽ പാനിക് ഡിസോർഡർ ഉണ്ടാകുന്നത്. പാനിക് ഡിസോർഡർ നമുക്ക് എമർജൻസി ആയിട്ടൊരു മെഡിക്കൽ കെയർ വേണ്ട ഒരു കണ്ടീഷനാണ്. അടുത്തൊരു ടൈമാണ് ഫോബിയാസ് പലരും കാണിക്കുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഓരോരോ പർട്ടിക്കുലർ സാഹചര്യങ്ങളോട് ഭയമുണ്ടാകുക എന്നുള്ളതാണ് ഫോബിയാസ് എന്നുള്ളത്. ഇപ്പം എയറോപ്ലെയിനിൽ പോകുന്ന ഭയമുള്ള ആൾക്കാരുണ്ട്, എയറോപ്ലെയിനിൽ കയറാൻ നല്ല ഭയമാണ്, എന്നാൽ ബാക്കി ആൾക്കാർക്ക് കാര്യങ്ങളൊന്നും ഭയമില്ല. അങ്ങനെയുള്ളവർ നമ്മൾ എയറോഫോബിയ എന്ന് പറയും. അതായത് ഓരോ സിറ്റുവേഷനിലോട് ഭയമുണ്ടാകുക ആൾക്ക് എന്നുള്ളതാണ്. അതുപോലെ ഒറ്റയ്ക്കൊരു റൂമിലിരിക്കാനൊരു ബേബി, ക്ലോസ്ട്രോഫോബിയ. അതുപോലെ ചില മെഡിക്കൽ കണ്ടീഷനോടുള്ള ഭയം, രക്തത്തെ കാണുമ്പോഴുള്ള ഭയം, ഹീമോഫോബിയ. പിന്നെ നാച്ചുറൽ എൻവയോൺമെൻറ്റ്, വെള്ളത്തെ കാണുമ്പോഴുള്ള ഭയം. പിന്നെ ചിലവർക്ക് ആനിമൽസിനോടുള്ള ഭയം, ഇപ്പം ഡോഗിനെ കാണുമ്പോഴുള്ള ഭയമാണ് സൈനോഫോബിയ. പലർക്കും ഉള്ളതാണ് പല്ലിയെ കാണുമ്പോഴുള്ള ഭയം, അതിനെ നമ്മൾ ബാട്രോക് ഫോബിയ എന്ന് നമ്മൾ പറയും. അതാണ് ഫോബിയ, ഒരു പർട്ടിക്കുലർ കാര്യത്തോടുള്ള ഭയമാണ് ഫോബിയ. ഇപ്പം ഉയരം ഭയമുള്ള ആൾക്കാർ കാണും, അതുപോലെ തന്നെ പ്ലെയിനെ കയറാൻ ഭയമുള്ളവർ. ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനോട് മാത്രമേ ആൾക്ക് ഭയമുള്ളൂ. അല്ലാതെ വേറെ കാര്യത്തിൽ ഇപ്പോൾ ഉയരമുള്ളൊരു കെട്ടിടത്തെ മുകളിൽ പോകുന്നതിന് ആൾക്ക് ഭയമില്ല. ഒരു 100 നിലയുള്ളൊരു കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നില വരെ പോകുന്നതിന് ഭയമില്ല. പക്ഷേ ഉയരമുള്ളൊരു പാലത്തെ കയറാൻ പറഞ്ഞാലോ, അല്ലെങ്കിൽ ഒരു കോണിയെ കൂടെ സ്റ്റെപ്പ് നടന്ന് കയറാൻ പറഞ്ഞാലോ, ഒരു മല കയറാൻ പറഞ്ഞാലോ ആൾക്ക് ഭയങ്കര ഭയം. അതിനെയാണ് നമ്മൾ ഫോബിയ എന്ന് പറയുന്നത്. അത് സ്പെസിഫിക് ഫോബിയാസാണ്. കുറച്ച് ഉദാഹരണങ്ങളാണ് ക്ലോസ്ട്രോഫോബിയ. നേരത്തെ പറഞ്ഞ പോലെ ക്ലോസ്ഡ് സ്പേസസ്, ഒറ്റയ്ക്ക് റൂമിൽ അടഞ്ഞിരിക്കാനുള്ള നല്ല ഭയം വരിക. അക്കാരോഫോബിയ, സ്മിയർ ഓഫ് സ്മോൾ തിങ്സ്, ചെറിയ ചെറിയ കാര്യങ്ങളെ കാണുമ്പോൾ ഭയത്തോടെ ഇരിക്കുക. താനറ്റോഫോബിയ, ഫിയർ ഓഫ് ഡെത്ത്, മരണത്തെക്കുറിച്ച് എപ്പോഴും ഭയചകിതരായിരിക്കുക. അക്രോഫോബിയ, ഹൈറ്റിനെ ഭയക്കുക, ഉയരത്തെ ഭയക്കുക. നിക്റ്റോഫോബിയ, ഡാർക്ക്നെസ്സിനെ ഭയക്കുക. ഇതൊക്കെ കുറച്ച് എക്സാമ്പിളാണ് ഫോബിയ എന്നുള്ളത്. ഇതൊക്കെ ആസച്ച് ഫോബിയാസ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ഒരു കണ്ടീഷനല്ല. എന്നാൽ ചില സിറ്റുവേഷനിൽ നമ്മൾ ഫോബിയാസ് ട്രീറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം ഹൈറ്റിൽ ജോലി ചെയ്യുന്ന ഒരാളാണെന്ന് കരുതുക.
ആൾക്ക് ആകസ്മികമായി പെട്ടെന്ന് ഹൈറ്റിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ ആൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. അക്രോഫോബിക് ആണെങ്കിൽ അങ്ങനെയുള്ള കണ്ടീഷനിൽ മാത്രം ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. അല്ലാതെ അവരവരുടെ ഫോബിയാസ് അവർക്കും വലിയ ദോഷം ചെയ്യുന്നില്ല, മറ്റുള്ളവർക്കും ദോഷം ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഫോബിയയിലും അതുപോലെ നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റാണ് ഗ്രേഡഡ് എക്സ്പോഷർ തെറാപ്പി, സിസ്റ്റമിക് ഡീസെൻസിറ്റൈസേഷൻ, ഫ്ലഡിങ്. ഈ 3 തെറാപ്പികളാണ് നമുക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. ഇപ്പോൾ പാമ്പിന് ഭയമുള്ള ഒരാളാണ്, അടുക്കാൻ പറ്റുന്നില്ല, അതായത് വളരെയധികം പേടി, ചിന്ത വരുമ്പോൾ തന്നെ പേടി. അപ്പം നമുക്ക് 4 രീതിയിൽ ആളതിന് മാറ്റാം. ഒന്നാമത് ഇൻവൈവ് എക്സ്പോഷർ ആയിട്ടുള്ള, ഇപ്പോൾ പാമ്പിൻ്റെ കളിപ്പാട്ടങ്ങൾ കൊണ്ട് കൊടുക്കുക, അങ്ങനെ പതുക്കെ ആളെ ഡീസെൻസിറ്റൈസ് ചെയ്ത് കൊണ്ടുവരിക. രണ്ടാമത് അതിൻ്റെ ചിന്തകൾ മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പം പട്ടിയെ ഭയമുള്ള നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു, സൈനോഫോബിയ എന്ന് കണ്ടു കഴിഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ പട്ടിയുടെ സിനിമാസുകൾ കാണിക്കുക, അതുപോലെ തന്നെ ഡോഗ്സിനെ കുറിച്ചുള്ള കൂടുതൽ ചിന്തകൾ കൊടുത്ത് പതുക്കെ അതിനെ മാറ്റുക. ഇപ്പം VR എക്സ്പോഷർ വഴിയും പതുക്കെ ഫിയർ മാറ്റുന്നുണ്ട്. വെർച്വൽ റിയാലിറ്റി ഉപയോഗിച്ച് പതുക്കെ ആൾക്ക് ഗ്രേഡഡ് എക്സ്പോഷർ കൊടുക്കുകയാണ്. അങ്ങനെ സിസ്റ്റമിക് ഡീസെൻസിറ്റൈസേഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻട്രോസെപ്റ്റീവ് എക്സ്പോഷർ എന്ന് വയ്ക്കുകയാണെങ്കിൽ ഒരു ട്രിഗറിങ് ഫിസിക്കൽ സെൻസേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ആൾക്ക്. കാരണം ഈ മേഖലയിൽ ആദ്യം നമ്മുടെ മാനസികമായി അതിനോടുള്ള ഭയം മാറണം, എന്നാൽ മാത്രമേ നമുക്ക് ശാരീരികമായി അതിനെ നേരിടാൻ പറ്റത്തുള്ളൂ. ആ ഒരു തെറാപ്പിയാണ് ഇവിടെ. അതായത് മാനസികമായി നമുക്ക് ഏത് വ്യക്തിയോടാണോ ഏത് സ്ഥലത്തോടാണോ ഭയമുള്ളത് അതിനെ നമ്മൾ മാറ്റിയ ശേഷം ആൾക്ക് ആ വ്യക്തിയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയോ ആ സാഹചര്യത്തിൽ കൊണ്ടുപോവുകയോ ചെയ്യുന്നു. അതാണ് ടൈപ്സ് ഓഫ് എക്സ്പോഷർ തെറാപ്പി. അതായത് ഇൻവേവ് എക്സ്പോഷർ, അതായത് നമുക്ക് പേടിയുള്ള സാധനത്തിൻ്റെ കളിപ്പാട്ടങ്ങൾ കാര്യങ്ങൾ കയ്യിൽ കൊടുക്കുന്നു. ഇമാജിൻ എക്സ്പോഷർ, അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ പറയുന്നു. VR എക്സ്പോഷർ വളരെ ഫലപ്രദമായി ഇപ്പോൾ പറയപ്പെടുന്നു. VR എക്സ്പോഷർ കാരണം നമുക്ക് വെർച്വൽ റിയാലിറ്റി വഴി ആ ഒരു ലോകത്തിലേക്ക് നമ്മൾ പോവുകയും എന്നാൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്കറിയാം ഇത് യഥാർത്ഥമല്ല എന്നറിയുകയും ചെയ്യാം. അങ്ങനെ പതുക്കെ ഗ്രേഡഡ് ഡീസെൻസിറ്റേഷൻ അല്ലെങ്കിൽ സിസ്റ്റമിക് ഡീസെൻസിറ്റേഷനിലേക്ക് നമ്മൾ പോകുന്നു. അടുത്തൊരു കണ്ടീഷനാണ് സെലക്റ്റീവ് മ്യൂട്ടിസം. എന്താണ് സെലക്റ്റീവ് മ്യൂട്ടിസം എന്നുള്ളത് അറിയണം. ചില കുട്ടികൾ, അത് സ്പെസിഫിക്കലി നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അവർ വീടിൻ്റെ പുറത്തിറങ്ങുകയാണെങ്കിൽ വീട്ടിൽ വരുന്നിടം വരെ പിന്നെ ഒന്നും മിണ്ടത്തില്ല. ചില കുട്ടികൾ ക്ലാസ് റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ക്ലാസ് റൂം കഴിയുന്നിടം വരെ ഒന്നും മിണ്ടത്തില്ല. മറ്റു ചില കുട്ടികൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും മിണ്ടത്തില്ല. അതാണ് സെലക്റ്റീവ് മ്യൂട്ടിസം എന്നുള്ളൊരു കണ്ടീഷൻ. അതിന് പല കോസസ് അവർ പറയുന്നുണ്ട്. കാരണം ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനോട് മാത്രം അവർ മ്യൂട്ടായിട്ട് ഇരിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ചിലപ്പോൾ ക്ലാസ് റൂമിൽ മാത്രമായിരിക്കും മ്യൂട്ടായിട്ടിരിക്കുന്നത്, ചിലപ്പോൾ വീട്ടിൽ മാത്രമായിരിക്കും. അപ്പോൾ ഒരു ഫിയർ ഫാക്ടർ എപ്പോഴും അവിടെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ക്ലാസ് റൂമിൽ വളരെ സ്ട്രിക്റ്റായിട്ടുള്ളൊരു ക്ലാസ് ടീച്ചറാണെന്ന് കരുതുക. കുട്ടിയുടെ സർഗാത്മക കഴിവുകളോ അവരുടെ ചിന്തകളോ ഒന്നും പുറത്തെടുക്കാൻ അനുവദിക്കാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ദേ വിൽ ഷോ മ്യൂട്ടിസം ഇൻ ദ ക്ലാസ് റൂം. അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ വളരെ ഉപദ്രവകാരിയും വളരെ കർക്കശക്കാരനുമായ പേരൻസ് ആണെങ്കിലും കുട്ടി അവിടെ മ്യൂട്ടായി പോകും. വർക്ക് എൻവയോൺമെൻറ്റ്, അതാണ് സെലക്റ്റീവ് മ്യൂട്ടിസം. സെലക്റ്റീവ് മ്യൂട്ടിസത്തിലും നമുക്ക് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി അതുപോലെ മറ്റുള്ള തെറാപ്പികളും ആപ്ലിക്കബിൾ ആണ്. അടുത്ത ലാസ്റ്റായിട്ടുള്ളതാണ് സെപ്പറേഷൻ ആൻസൈറ്റി എന്നുള്ളത്. സെപ്പറേഷൻ ആൻസൈറ്റി പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതായത് നമുക്ക് പ്രിയപ്പെട്ടവരാരെങ്കിലും മരണപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരിൽ നിന്ന് നമ്മൾ അകന്നു ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു സെപ്പറേഷൻ വരാറുണ്ട്. ഇപ്പോൾ സെപ്പറേഷൻ ആൻസൈറ്റി എന്ന് നോക്കുകയാണെങ്കിൽ ഹെൽത്തി അഡാപ്റ്റീവ് റെസ്പോൺസ് അണ്ടിൽ ദി ഏജ് ഓഫ് 3 ആണ്. ഗോസ് അവേ വിത്ത് ടൈം, ഡസ് നോട്ട് കോസ് ഡിഫിക്കൽട്ടി ഇൻ ഫങ്ഷനിങ്. അതായത് കുട്ടിയുടെ അടുത്ത് നിന്ന് ഇപ്പോൾ അമ്മയോ അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്ന ആരെങ്കിലും അവർക്ക് വേണ്ട കെയർ ഫുഡൊക്കെ കൊടുക്കുന്നവർ പെട്ടെന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ വരികയാണ്. ഇപ്പോൾ രോഗം വന്ന ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയോ അല്ലെങ്കിൽ പഠന സ്ഥലത്തേക്ക് പോവുകയോ ജോലി സ്ഥലത്തേക്ക് പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് പൊതുവെ ഒരു ആൻസൈറ്റി ഉണ്ടാകും. ആ ആൻസൈറ്റി കുട്ടി പല രീതിയിലാണ് പ്രകടമാക്കുന്നത്. കുട്ടി കരച്ചിലുകളിലൂടെ അല്ലെങ്കിൽ റെസ്ട്ലെസ്സിലൂടെ അല്ലെങ്കിൽ വഴക്കിലൂടെയൊക്കെ അത് കുട്ടി പ്രകടമാക്കും. അതൊരു നോർമൽ അഡാപ്റ്റീവ് റെസ്പോൺസാണ്. പക്ഷേ കുട്ടിയുടെ നോർമൽ ഫങ്ഷനെ ഒന്നും അഫക്റ്റ് ചെയ്യത്തില്ല. അതായത് പല്ല് തേക്കാൻ പറഞ്ഞാൽ കുട്ടി പല്ല് തേക്കുന്നു, കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കുന്നു.
ഇൻ ഡ്യൂ ടൈം ഒരു 24 to 48 hours അല്ലെങ്കിൽ ഒരു ഡ്യൂ ടൈമിൽ കുട്ടി അതിനോട് അഡ്ജസ്റ്റായി വരികയാണ്. പക്ഷേ ആൻസൈറ്റി ഡിസോർഡർ ആവുന്നത് എപ്പോഴാണെന്ന് വെക്കുകയാണെങ്കിൽ കുട്ടിക്ക് അതിനോട് അഡ്ജസ്റ്റ് ആവാൻ പറ്റുന്നില്ല. ഇപ്പം ഏറ്റവും കെയറും ഇതും കൊടുക്കുന്നയാളും നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മാറിപ്പോയി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ കുട്ടിക്ക് അതിനോട് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല കുട്ടിയുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ അത് ഇമ്പയർ ചെയ്യാണ്. സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡറിൽ കുട്ടികൾ മാത്രമല്ല പ്രായമായിട്ടുള്ളവരിലും എല്ലാവരും തന്നെ ഇത് കാണാൻ പറ്റുന്നതാണ്. സോ ഈ ആൻസൈറ്റി ഡിസോർഡറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കൗൺസിലിംഗ് എന്നുള്ളത്. ഇങ്ങനെ വരുന്ന ആൾക്കാർ ആൻസൈറ്റി ഡിസോർഡറിൻ്റെ നമ്മൾ സൂചിപ്പിച്ച സിംറ്റംസ് കാണിക്കുന്നവർ നമ്മൾ വ്യക്തമായ ഒരു കൗൺസിലിംഗ് കൊടുക്കുക അവർക്ക് അത്യാവശ്യമാണ്. എന്താണ് അവരുടെ കോസ് എന്നുള്ള കണ്ടെത്തി അത് പരിഹരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് ആൻസൈറ്റി ഡിസോർഡറായിട്ട് കുട്ടികളോ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് പ്ലേസിലുള്ളവരോ ഈവൻ വർക്ക് പ്ലേസിലുള്ളവരും അതുപോലെ പ്രായമായിട്ടുള്ളവരും ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് വേണ്ടത്ര ഒരു കൗൺസിലിംഗ് സെക്ഷൻ നമ്മൾ കൊടുക്കണം. നല്ല കൗൺസിലിംഗ് RCA റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളും അവരെ പരിഗണിച്ച ശേഷം അത് മെഡിക്കേഷൻ ആവശ്യമില്ലെങ്കിൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, ഗ്രേഡഡ് എക്സ്പോഷർ തെറാപ്പിയൊക്കെ വഴി ഒരു പരിധി വരെ നമുക്ക് നല്ല രീതിയിൽ ഇത് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. താങ്ക് യു.